ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേരുടെ മനസ്സിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. എന്തുകൊണ്ടാണ് ഇത്രയും അക്ഷരസ്ഫുടതയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും ടോക്കിംഗ് സ്കില്ലോടുകൂടി ഓരോ വിഷയങ്ങളും സംസാരിക്കുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഇത്തരത്തിൽ ഇങ്ങനെ താന്നു നിൽക്കുന്നത്? എന്താണ് അതിന്റെ കാരണം? സായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അഭിഷേക്, ജയദീപ്, അതുപോലെ തന്നെ ജിൻഡോ, ഈ പറയുന്ന നോറ, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ അവിടെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജ കൃഷ്ണ സായിയോട് ചോദിക്കുന്നുണ്ട്. സായി സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പൂജ കൃഷ്ണ അവർ ചോദിക്കുന്നത്, എന്താണ് സായി സാറിന് പുറത്ത് ഇത്രയും വാക്ചാതുര്യം ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഫീൽ ചെയ്യുന്നത്? അപ്പൊ തന്നെ സായി പറയുന്നുണ്ട്, പുറത്തെ വാക്ചാതുര്യം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൂജ കൃഷ്ണ എന്തുകൊണ്ട്? ഇത് ആ കളിയല്ല. പുറത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ആ ഒരു കാറിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കെതിരെ ഗെയിം കളിക്കാനായിട്ടും എനിക്കൊപ്പം ഗെയിം കളിക്കാനായിട്ടും ഇവിടെ ഒരുപാട് പേരുണ്ട്. കാറിൽ എതിർക്കാനായാലും സപ്പോർട്ട് ചെയ്യാനായാലും കൂടെ നിൽക്കാനായാലും തള്ളിപ്പറയാനായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നീട് ഒരു കാര്യം സായി പറയുന്നുണ്ട്, അതാണ് ഇതിന്റെ കൃത്യം പോയിന്റ് എന്ന് പറയുന്നത്. കാറിൽ ഇരുന്ന് സംസാരിക്കുന്നത് സീക്രട്ട് ഏജന്റ് ആണ്, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കളിക്കുന്നത് സായി കൃഷ്ണയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് സായി പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു റിപ്ലൈ തന്നെയാണ് കൊടുത്തത്. അത് മാസ് BGO ഒക്കെ ഇട്ട് സായി ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണ് നമ്മുടെ ലൈവിൽ ഉണ്ടായ ഒരു കാര്യമാണ്, ഇത് എപ്പിസോഡിൽ കാണിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അടിപൊളി ഒരു റിപ്ലൈ തന്നെ ആയിരുന്നു. കാറിലിരുന്ന് സംസാരിക്കുന്നത് എന്താണ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ആണ്, ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന് കളിക്കുന്നത് സായി കൃഷ്ണയാണ്. രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും കേസിൽ ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സിനിമയിലായിക്കൊള്ളട്ടെ, ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നാലും ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ വന്ന് കളിക്കുമ്പോൾ നമ്മുടെ എല്ലാ റിലേയും പോവും. എത്ര ടോക്കിംഗ് സെൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും ഗെയിം അറിഞ്ഞ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസിൽ വീഴും. അത് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്